ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ കായിക മത്സരം ഏതാണെന്ന് ചോദിച്ചാൽ മിക്കവരും പറയുന്ന പേര് ഫുട്ബോൾ തന്നെയാണ്. എന്നാൽ അതിൽ ഏറ്റവും ആരാധകരുള്ള മത്സരം ഫിഫ വേൾഡ് കപ്പ് തന്നെയാണ്. 4 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഈ ടൂർണമെന്റ് ലോകമെമ്പാടുമുള്ള കോടിക്കണക്കിന് ആരാധകരെയാണ് ഒരുമിപ്പിക്കുന്നത്. 1930-ൽ ഉറുഗ്വേയിൽ നടന്ന ആദ്യ ലോകകപ്പോടെയാണ് ഈ ചരിത്രം ആരംഭിക്കുന്നത്. വെറും 13 ടീമുകൾ പങ്കെടുത്ത ആ ടൂർണമെന്റിൽ ആതിഥേയരായ ഉറുഗ്വേ തന്നെയായിരുന്നു ആദ്യ ചാമ്പ്യന്മാർ. ഇന്ന് ലോകകപ്പ് ഫുട്ബോളിന്റെ ഏറ്റവും വലിയ വേദിയായി മാറിയിരിക്കുകയാണ്. 2022-ൽ ഖത്തറിൽ നടന്ന ലോകകപ്പിൽ അർജന്റീന ഫ്രാൻസിനെ പരാജയപ്പെടുത്തി 3ാം കിരീടം സ്വന്തമാക്കി. ലയണൽ മെസ്സിയുടെ നേതൃത്വത്തിലുള്ള ആ വിജയം ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മികച്ച നിമിഷങ്ങളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഇതുവരെ 8 രാജ്യങ്ങൾ മാത്രമാണ് കിരീടം നേടിയത്. 5 കിരീടങ്ങളോടെ ബ്രസീൽ മുന്നിലാണ്. ജർമ്മനിയും ഇറ്റലിയും 4 വീതം കിരീടങ്ങൾ നേടിയപ്പോൾ അർജന്റീന 3 കിരീടം സ്വന്തമാക്കി. 1982 വരെ 24 ടീമുകളും 1998 മുതൽ 32 ടീമുകളും ലോകകപ്പിൽ മത്സരിച്ചു. 2022 ലോകകപ്പുമായി ബന്ധപ്പെട്ട പരിപാടികൾ ഏകദേശം 5 മില്യൺ ആളുകളിലേക്ക് എത്തിയതായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഫൈനൽ മത്സരം മാത്രം കണ്ടത് 1.5 മില്യൺ ആളുകളാണ്. ഒരു മത്സരം മാത്രമല്ല, ലോകത്തെ ഒന്നിപ്പിക്കുന്ന ഒരു ആഘോഷമാണ് ഫിഫ ലോകകപ്പ്. 1930-ൽ ആരംഭിച്ച ഈ യാത്ര 2026-ൽ കൂടുതൽ രാജ്യങ്ങളെയും ആരാധകരെയും ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ ചരിത്രം കുറിക്കാൻ ഒരുങ്ങുകയാണ്. ഫിഫ വേൾഡ് കപ്പ് എത്തുമ്പോഴേക്കും കേരളം ഒരു ഫുട്ബോൾ ഉത്സവ ഭൂമിയായി മാറുന്നു. ഗ്രാമങ്ങളിലെയും നഗരങ്ങളിലെയും വഴിയോരങ്ങളിൽ ഇഷ്ടമുള്ള ടീമുകളുടെ കൊടികളും ഫ്ലക്സുകളും ഉയരുന്നു. പ്രത്യേകിച്ച് ബ്രസീൽ, അർജന്റീന, ജർമ്മനി, പോർച്ചുഗൽ തുടങ്ങിയ ടീമുകൾക്ക് വലിയ ആരാധന പിന്തുണയാണ് കേരളത്തിലുള്ളത്. മത്സര ദിവസങ്ങളിൽ സുഹൃത്തുക്കളും കുടുംബങ്ങളും ഒരുമിച്ച് ടെലിവിഷന് മുന്നിൽ കൂടിച്ചേർന്ന് കളി കാണുന്നതും വിജയങ്ങൾ ആഘോഷിക്കുന്നതും കേരളത്തിന്റെ വേൾഡ് കപ്പിന്റെ ആവേശം കൂട്ടുന്ന ഒന്ന് തന്നെയാണ്.